ഹരേ കൃഷ്ണ രാധേശ രാധേശ ഹരേ നാരായണ ഹരേ നാരായണ ഹരി ഓം ഭഗവാന്റെ ഇന്ന് ഭഗവാന്റെ ഉച്ചപൂജ അലങ്കാരം പറയണതിന് മുന്നേ എന്തായാലും ചെറുതായിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ആദ്യമായിട്ടാണ് കേട്ടോ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. ഭഗവാനെ കാണാനായിട്ട് ഞാനും പോയിട്ടുണ്ടായിരുന്നു. ഭഗവാന്റെ അഷ്ടമി രോഹിണി ജന്മാഷ്ടമി ദിവസമാണല്ലോ ഇന്ന്. ഞാനും പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ, ഇപ്പോൾ വന്ന് കയറിയിട്ടേ ഉള്ളൂ. എന്തായാലും ഗുരുഭവനപുരിയിൽ ഞാനും ഉണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ എന്താ പറയുക, വളരെയധികം സന്തോഷത്തോട് കൂടിയിട്ട് പൊന്നുണ്ണിക്കണ്ണനെ ഇങ്ങനെ കാണാനായിട്ട്, ആ മണ്ണിലിങ്ങനെ കാലൊന്ന് തൊടാനായിട്ട്, ഭഗവാന്റെ അടുത്തൊന്ന് ചെന്ന് നിൽക്കാനായിട്ട്. നമുക്ക് എവിടെയും എല്ലായിടത്തും ഭഗവാനുണ്ട്, പക്ഷെ എന്നാലും ഗുരുഭവനപുരിയിൽ ഭഗവാനെ ഒന്ന് കാണാനായിട്ട് ഭാഗ്യമുണ്ടായി. അങ്ങനെ ആ ഒരു സന്തോഷത്തിൻ്റെ നിമിഷങ്ങളാണ് പറഞ്ഞ് അറിയിക്കാതെ വയ്യാട്ടോ. ഹരേ കൃഷ്ണ. ആദ്യം തന്നെ ചെല്ലുമ്പോൾ നല്ല തിരക്കാണ്, ഭയങ്കര തിരക്കാണ്. തിരക്ക് എന്ന് വെച്ചാൽ ഞാൻ ഈ സ്റ്റിക്കൊക്കെ പിടിച്ചിട്ടാണല്ലോ എൻ്റെ നടക്കുന്നത്. എങ്ങനെയാണ് എനിക്ക് നടക്കാൻ സാധിക്കുന്നത്? എവിടെയും തട്ടാതെ മുട്ടാതെയൊക്കെ ശരിക്കും കൃത്യമായിട്ട് എനിക്ക് എല്ലായിടത്തും പോകാൻ സാധിച്ചു. എല്ലാം ഭഗവാന്റെ അനുഗ്രഹമാണ്, പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല. എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാമല്ലേ, എന്നെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പോൾ ഭഗവാന്റെ അടുത്ത് ചെന്നു. അങ്ങനെ നേരെ ഭക്ഷണം കഴിക്കാനായിട്ട്, ഭഗവാന്റെ ഇന്നത്തെ പിറന്നാൾ സദ്യയാണല്ലോ, അതിമനോഹരമായ ഒരുപാട് സദ്യവട്ടങ്ങളുണ്ടായിരുന്നു കേട്ടോ. പാൽപ്പായസം അടക്കമുള്ള സദ്യവട്ടം ഉണ്ടായിരുന്നു. ഭയങ്കര അതിനൊക്കെ ഒരു ഭാഗ്യം ഉണ്ടാവുക എന്ന് വിചാരിച്ചാൽ ഭഗവാൻ തന്നെ നമ്മൾ അനുഗ്രഹിക്കണം. അത് നാരായണ നാമത്തോട് കൂടി തന്നെ നമുക്ക് കഴിക്കാൻ സാധിക്കുക. ഗോവിന്ദ ഗോവിന്ദ എന്ന് പറഞ്ഞിട്ട് മനസ്സിലെപ്പോഴും നമ്മൾ ഭഗവത് നാമത്തോട് കൂടി തന്നെ നമുക്കത് കഴിക്കാനൊക്കെ സാധിക്കുക. അതൊരു വലിയ പുണ്യമാണ്. ഭഗവാന്റെ അടുത്ത് നിന്ന് എത്താൻ സാധിക്കുക. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം കേട്ടോ. അതുപോലെ തന്നെ മനസ്സുകൊണ്ട് ഞാൻ എപ്പോഴും എല്ലാവരെയും മനസ്സുകൊണ്ട് ശ്രീലകത്തേക്ക് നിങ്ങൾ എത്തിക്കുകയാണല്ലോ പതിവ്. എന്തായാലും അതുപോലെ തന്നെ ഇന്നും നമ്മൾ ഉച്ചപൂജ അലങ്കാരം പറയാൻ തുടങ്ങുകയാണ്. അതിന് മുന്നായിട്ട് നമുക്ക് കുറച്ച് ഇൻട്രൊഡക്ഷൻ പോലെ കുറച്ച് കാര്യങ്ങൾ, പലരും അവിടെ പരിചയപ്പെട്ട പലരും എന്നെ കാണാനായിട്ട് എൻ്റെ അടുത്തെത്തിയ പലരും ഉണ്ടായിരുന്നു. ഒരുപാട് പേരോടും എന്നെ കണ്ട എല്ലാവർക്കും ഭയങ്കര സന്തോഷം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. വളരെയധികം സന്തോഷമാണ് എനിക്ക്. പിന്നിൽ നിന്നൊക്കെ തിരിഞ്ഞ് വിളിച്ച ആളുകളൊക്കെ ഉണ്ട് നടക്കണമൊക്കെ കാണുമ്പോഴേ. പക്ഷെ എന്നാലും ഞാൻ എപ്പോഴും പറയും, നമുക്ക് അവിടെ ഒരു സ്പേസ് ഉണ്ട്. ഭഗവാൻ നമുക്ക് അവിടെ ഒരു ഇടം ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളങ്ങ് പോകണമെന്ന് മാത്രമേ ഉള്ളൂ. ഒട്ടും സുഖമില്ലാത്ത ഞാൻ എങ്ങനെയാണ് അവിടെ എത്തിയത്? അതൊരു ഭാഗ്യമല്ലേ. നമുക്കിങ്ങനെ തോന്നുകയാണ് കണ്ണനെ കാണാതെ വയ്യ എന്ന്. അവിടെ ഒന്ന് എത്തണം എന്ന് തോന്നുക. ശ്രീലകത്തേക്ക് പോകണമെന്നൊന്നുമില്ല. ശ്രീലകത്ത് ഞാൻ പോയിട്ടും വലിയ കാര്യമൊന്നുമില്ലല്ലോ. ശ്രീലകത്തേക്ക് പോകണമെന്നൊന്നുമില്ല. എന്നാലും അവിടെ നിൽക്കാൻ സാധിക്കുക, അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ആ മണ്ണിലൊന്ന് കാലൊന്ന് തൊടാൻ സാധിക്കുക, അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ. അങ്ങനെ ഭഗവാനെ തൊഴുതു വന്നു, അങ്ങനെ എല്ലാവരെയും കണ്ടു. ഒരുപാട് പേരെ കണ്ടു എന്ന് പറയുകയാണ് കേട്ടോ. എല്ലാവരെയും കണ്ടു. ഭയങ്കര ജനത്തിരക്കാണ്. നമുക്ക് സൂചി കുത്താൻ പോലും പഴുതില്ല. അതിന് കുട്ടികളുടെ പരിപാടികളൊക്കെ വരികയാണ്. അഷ്ടമി രോഹിണിയുടെ രാധാകൃഷ്ണ അവരുടെയൊക്കെ പരിപാടികളൊക്കെ വരികയാണ്. അപ്പോൾ ആ തിരക്കിൽ നിന്നൊക്കെ ഒന്ന് വിട്ടുമാറി നിന്നുകൊണ്ട് നമുക്ക് തന്ന സ്പേസ് ഉണ്ടല്ലോ കണ്ണൻ, അവിടെ നിൽക്കുക. ഏതായാലും അവിടെ ചുറ്റമ്പലത്തിലൊക്കെ കയറാൻ സാധിച്ചു. അവിടുത്തെ അലങ്കാരങ്ങളൊക്കെ കാണാൻ സാധിച്ചു. ഇന്ന് പൊന്നുണ്ണിക്കണ്ണൻ ഇങ്ങനെ വസുദേവരിങ്ങനെ കൊണ്ടുപോവാണ് പൊന്നുണ്ണിക്കണ്ണനെ. ജനിച്ചു അല്ലേ തടവറയിൽ. അങ്ങനെ ദേവകി ദേവിയുടെ മകനായിട്ട് ജനിച്ചു. ആ കൃഷ്ണപക്ഷത്തിൽ അങ്ങനെ ഭഗവാൻ അങ്ങനെ ജനിച്ച് ആ സന്തോഷം എല്ലാവരും, പ്രപഞ്ചം പോലും ഇങ്ങനെ സന്തോഷത്തോടു കൂടി ഇങ്ങനെ ഇരിക്കുന്ന ഒരു സമയമാണത്. രാത്രി പുലർക്കാലം അങ്ങനെ ഭഗവാൻ അങ്ങനെ അഷ്ടമി രോഹിണി നാളിൽ അങ്ങനെ ഭഗവാൻ ജനിക്കുകയാണ്. അത് ആ ഒരു സന്തോഷത്തിലെ പ്രപഞ്ചം മുഴുവനും ഇങ്ങനെ ആനന്ദത്തിൽ നൃത്തമാടി എന്നാണ് പറയണം. ആനന്ദം കൊണ്ട് അങ്ങനെ വല്ലാത്തൊരു സന്തോഷത്തിൻ്റെ നിമിഷങ്ങളായിരുന്നു ആ സമയത്തേക്ക്, ഭഗവാൻ അങ്ങനെ ജനിച്ച സമയത്തേക്ക്. അപ്പോൾ വിടരാത്ത പൂക്കൾ പോലും വിടർന്നു. അതുപോലെ തന്നെ എങ്ങുന്നില്ലാത്ത സുഗന്ധമാണ് പ്രപഞ്ചം മുഴുവനും. പറയാൻ എനിക്കിങ്ങനെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ആകെ വല്ലാത്തൊരു ഇതാണ് കേട്ടോ. പ്രപഞ്ചം പോലും ഇങ്ങനെ നമിച്ച് നിന്ന് പോയി. അതായത്
എന്താ പറയുക, പുഴകളും നദികളും ആ യമുനാ നദിയൊക്കെ ഒന്ന് ആ പൊന്ന് ഭഗവാന്റെ ഇങ്ങനെ ആ കാല് ഒന്ന് തൊടാനായിട്ട് ആ കുഞ്ഞിക്കാലൊന്ന് ഇങ്ങനെ തൊടുമ്പോഴത്തേക്ക് യമുനാ നദി എന്തായി, യമുനാ നദി ഇങ്ങനെ രണ്ട് വഴിയിലോട്ട് ഇങ്ങനെ പോയിട്ട് അങ്ങനെ വസുദേവർക്ക് അമ്പാടിയിലേക്ക് പോകാനുള്ള വഴിയൊരുക്കി കൊടുത്തു. എത്ര എത്ര മനോഹരമാണല്ലേ. അങ്ങനെ പ്രപഞ്ചം മുഴുവൻ ഭഗവാൻ ഇങ്ങനെ സാക്ഷിയായിട്ട് അതാ വരുന്നു, നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ അങ്ങനെ വരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ആ പ്രപഞ്ചം മുഴുവൻ വല്ലാത്തൊരു സുഗന്ധത്തിൽ നിറഞ്ഞു. പക്ഷികളൊക്കെ പാട്ടുപാടാൻ തുടങ്ങി, കിളികളൊക്കെ ചിലയ്ക്കാൻ തുടങ്ങി. അങ്ങനെ പ്രകൃതി ചന്ദ്രനും ഒക്കെ വല്ലാത്തൊരു പൂനിലാവ് ഒഴിക്കാൻ തുടങ്ങി. അങ്ങനെ ആക്കൊരു കാത്തുകാത്തിരുന്ന അസുലഭ സന്ദർഭത്തെയാണ് നമ്മൾ അഷ്ടമി രോഹിണി ദിവസത്തിൽ ഭഗവാന്റെ ആ ജനന ദിവസത്തിൽ നമ്മൾ ഓർക്കുന്നത്. അങ്ങനെ നമുക്ക് ഓർക്കാൻ സാധിക്കണേ. എല്ലാവർക്കും ഭഗവാന്റെ അടുത്ത് എത്താൻ സാധിക്കുന്ന എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ, നിത്യമായ അനുഗ്രഹം എപ്പോഴും ഭഗവാനെ ഉണ്ടാവട്ടെ എന്ന് എപ്പോഴും പ്രാർത്ഥിക്കാൻ കേട്ടോ. എന്നെ തിരിച്ചറിയുന്ന കുറച്ച് പേരുണ്ടായിരുന്നു. എന്തായാലും എല്ലാവരെയും കാണാൻ സാധിച്ചു. അതൊരു വലിയ ഭാഗ്യമാണ്. കുറച്ച് പേരൊക്കെ മനസ്സിലാക്കി അടുത്തേക്ക് വന്നു, അതൊരു വലിയ ഭാഗ്യമാണ്. ഉച്ചപൂജ അലങ്കാരം പറയുന്ന ചേച്ചിയല്ലേ, സോഫിയമ്മയല്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ പേര്, ഇനിയും കുറേ പേര് മിസ്സിങ് കാണും, ഈ മെസ്സേജുകൾ നോക്കിയിട്ടില്ല, അങ്ങനെ കാണുന്നുണ്ട്. എന്തായാലും എല്ലാം ഭഗവാന്റെ അനുഗ്രഹമാണ്. അവിടെ എത്തുക എന്നുള്ളത് മാത്രമേ എൻ്റെ കർമ്മമുള്ളൂ കേട്ടോ. എനിക്ക് ശ്രീലകത്തേക്ക് പോയി അറിയാലോ, കാര്യമായിട്ട് ഞാൻ അവിടെ ഒന്നും കാണാറില്ല എന്നുള്ളത്. അങ്ങനെ എന്തായാലും എനിക്കവിടെ ഭഗവാന്റെ ആ മണ്ണിലൊന്ന് ചവിട്ടുക എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കർമ്മവും പുണ്യവുമായിട്ടുള്ള കാര്യം. അങ്ങനെ ഭഗവാനെ ഇങ്ങനെ കണ്ടു. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ച്, പ്രത്യേകം പറയുകയാണ്, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ച് ഓരോ നിമിഷവും നാരായണ നാമത്തിലൂടെ ഇങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ ആരും തുണയില്ലാതെയൊക്കെ ഇങ്ങനെ നടക്കാൻ സാധിക്കുക, അതാണ് ഏറ്റവും വലിയ ഭാഗ്യം ഉണ്ടായത് കേട്ടോ. ആരും എന്താ പറയുക, തിരക്കുണ്ട്, നല്ല തിരക്കുണ്ട്, നല്ല മാതിരി തിരക്ക് തന്നെയാണ്. പക്ഷേ നമുക്കിങ്ങനെ നടക്കാൻ സാധിച്ചു. ആംബുലൻസുകളൊക്കെ ഇങ്ങനെ ചീറിപ്പാഞ്ഞ് പോകുന്നുണ്ട് അതിനകത്ത്. അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ ആളുകളിങ്ങനെ ഒഴിഞ്ഞു പോകണ്ടേ, അത്രയും ജനത്തിരക്കല്ലേ ഭഗവാനെ പൊന്നുണ്ണിക്കണ്ണനെ കാണാനായിട്ട്. അങ്ങനെ കാത്തിരിക്കുന്ന ആ ദിവസം എത്തി. അങ്ങനെ ജന്മാഷ്ടമി ദിവസം നമ്മളിങ്ങനെ ഭഗവാന്റെ പിറന്നാൾ ആഘോഷിക്കുകയാണെന്ന്. എല്ലാവർക്കും ഭഗവാന്റെ ജന്മാഷ്ടമി ദിനാശംസകൾ. എല്ലാവരുടെ മനസ്സിലും ഭഗവാന്റെ ദിവ്യരൂപത്തെ കൊണ്ടുവരാൻ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഗുരുഭവന് പുരിയിലെത്തിയിട്ടുള്ള എല്ലാവർക്കും ഭഗവാന്റെ ആ നിത്യമായ ആ ദർശനം കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും ഒരുപാട് പേർക്ക് ക്യൂവിൽ നിന്ന് എല്ലാവർക്കും ദർശനമുണ്ട് കേട്ടോ. ഞങ്ങളെപ്പോലുള്ളവർക്ക് ഡിസേബിൾഡ് ആയവർക്കാണ് ദർശനം ഇല്ലാത്ത. എന്താ വെച്ചാൽ കാര്യമുണ്ട്, തിക്കും തിരക്കിലും വിട്ട് എവിടെയും വീഴണ്ട അങ്ങനെയൊക്കെ കരുതിയിട്ടായിരിക്കും. അതെന്താ ദേവസ്വം തീരുമാനങ്ങളല്ലേ, അതിനൊന്നും മറികടക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. എന്തായാലും നമ്മളവിടെ എത്തി, ഞാനവിടെ എത്തി. എനിക്ക് പൊന്നുണ്ണിക്കണ്ണൻ്റെ അടുത്ത് എത്താൻ സാധിച്ചു, അവിടുന്ന് ഭക്ഷണം കഴിക്കാൻ സാധിച്ചു, പ്രസാദമൊട്ട് കഴിക്കാൻ സാധിച്ചു. അത്രയും ഭയങ്കര സന്തോഷമായിരുന്നു. എല്ലാം ഭഗവാന്റെ അനുഗ്രഹമാണ് കേട്ടോ. വേറെ കൂടുതലായിട്ട് ഞാൻ അലങ്കാരത്തിൽ വരാം, ഉച്ചപൂജ അലങ്കാരത്തിലേക്ക് വരാം. എന്തായാലും ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യാണ്. ഒത്തിരി പേര് കാണാൻ ആഗ്രഹിക്കുമെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വരുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ. അല്ലാതെ എനിക്ക് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടൊന്നുമല്ല. എന്തായാലും കാണാൻ സാധിച്ച എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. പിറകിൽ നിന്ന് വിളിച്ച ഒത്തിരി പേരുണ്ട്, ഒത്തിരി പേരെ ഞാനും കണ്ടിട്ടില്ല കേട്ടോ. പിറകിൽ നിന്ന് ഇങ്ങനെ കുറേ പേര് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നായിരുന്നു. തിരിച്ചറിയുന്നുണ്ട് എന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കും. എന്തായാലും ഭഗവാന്റെ അനുഗ്രഹത്താൽ ഈ പ്രാവശ്യവും ഭഗവാന്റെ അടുത്തെത്താൻ സാധിച്ചു. ഭഗവാന്റെ ജന്മാഷ്ടമി ദിവസത്തിൽ അതാ എൻ്റെ കണ്ണനിവിടെ ഉണ്ട്, കേൾക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഭഗവാന്റെ പിറന്നാളിന് എത്താൻ സാധിച്ചു. ഇനി അടുത്ത വർഷമാണ് ഇനി വരുന്നത്. എല്ലാം കാത്തിരിപ്പാണ്. ഭഗവാന്റെ അടുത്തെത്തുന്ന ഓരോ നിമിഷവും നമുക്ക് വല്ലാത്തൊരു വൈകുണ്ഠത്തിലെത്തുന്ന പോലെയുള്ള ഫീലാണ് നമുക്ക് കിട്ടുന്നത്. ആ ഗുരുഭവനപുരിയിലെത്തുമ്പോൾ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നതും അത് തന്നെയാണ് കേട്ടോ. അങ്ങനെയുള്ള ആ ഒരു ഫീല് തന്നെയാണ് നമുക്ക്. കണ്ണൻ്റെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത് എന്ന് നമ്മളെ ഇങ്ങനെ കാത്തു രക്ഷിക്കുന്നുണ്ട് ഭഗവാൻ എന്നുള്ളതുമാണ് നമുക്ക് ആ ഒരു സന്തോഷമാണ് എല്ലാവരുടെ മനസ്സിലും. ഞാൻ എപ്പോഴും പറയുന്ന പോലെ എല്ലാവരുടെ മനസ്സിലും ആ സ്നേഹം ഉണ്ടാവട്ടെ കേട്ടോ കണ്ണനോട്. കണ്ണനാണ് എല്ലാം നമ്മളെ നിയന്ത്രിക്കുന്നത്, നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. കണ്ണൻ ഭഗവാൻ അറിയാതെ നമുക്കൊന്നും ഇവിടെ സംഭവിക്കില്ല എന്ന് ഞാൻ എപ്പോഴും പറയണ്ടല്ലോ.
അങ്ങനെ എല്ലാവർക്കും ഭഗവാന്റെ നിത്യമായ അനുഗ്രഹം ഉണ്ടാവട്ടെ. വീഡിയോയിൽ വരാം. ഉച്ചപൂജ അലങ്കാരം ഇങ്ങനെയാണ്. വസുദേവർ തടവറയിൽ നിന്ന് തൻ്റെ കുഞ്ഞിനെ അമ്പാടിയിലേക്ക് കൊണ്ടുവന്ന ഭാഗമാണ്. എന്തായാലും ഞാനത് ഇന്നലെ ദേവകി ദേവിയുടെ ആ ഒരു ഭഗവാന്റെ ഒരു ജനനത്തെ പറ്റിയൊക്കെ ഞാൻ ഇന്നലെ സ്പീച്ചായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്ര അധികം അങ്ങനെ പോസ്റ്റ് ചെയ്യുന്നൊന്നുമില്ല. എന്നാലും കുറച്ച് പേരിലേക്ക് മാത്രമേ എനിക്കറിയാലോ, 5 പേരിലേക്ക് മാത്രമേ ചിലപ്പോൾ ഞാനെല്ലാം പോസ്റ്റ് ചെയ്യാറുള്ളൂ. അങ്ങനെ അത് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊരു നല്ലൊരു സ്പീച്ചായിരുന്നു എന്ന് തോന്നുന്നു. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ വിശേഷങ്ങൾ. അങ്ങനെ ഇന്ന് നമ്മുടെ അമ്പാടിക്കണ്ണൻ അമ്പാടിയിലേക്ക് പോവുകയാണ്. അവിടെ എന്താ പറയുക, യശോദാമ്മയുടെ കൂടെയാണ് ഇനി വളരുന്നത്. ആ ഒരു സന്തോഷം നന്ദഗോപരുടെ കൂടെയും വസുദേവരങ്ങനെ വളരെയധികം സങ്കടത്തോടു കൂടി ദേവകി ദേവിയും തൻ്റെ കുഞ്ഞിനെ അങ്ങനെ കൊണ്ടുപോവുകയാണ്. സശാൽ അനന്തനായിട്ടുള്ള 1000 നാവുള്ള അനന്തൻ ബാക്കിൽ കുട പിടിച്ചുകൊണ്ട് ആ യമുനാ നദിയിൽ കോരിച്ചൊരിയുന്ന മഴയാണ് അല്ലേ. ഞാൻ പറഞ്ഞു പ്രപഞ്ചം മുഴുവൻ പുഷ്പവൃഷ്ടി നടത്താമെന്നൊക്കെ പറയില്ല. അതുപോലെ അങ്ങനെ എല്ലാവരും കാത്തിരുന്ന ആ മനോഹരമായ സുദിനമാണ് നമ്മളിന്ന് ആഘോഷിക്കുന്നത്. പൊന്നുണ്ണിക്കണ്ണൻ്റെ പിറന്നാളാണെന്ന്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. അടുത്ത ഉച്ചപൂജ അലങ്കാരത്തിൽ ഞാൻ വോയിസ് ആയിട്ട് വരാം കേട്ടോ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. എൻ്റെ ഇന്നത്തെ കോസ്റ്റ്യൂം ഇതായിരുന്നു. എന്തായാലും എന്നെ കണ്ടെത്തിയ എന്നോട് സംസാരിച്ച എല്ലാവർക്കും വളരെയധികം സന്തോഷം. ഇനിയും കാണാമെന്നൊന്നും പറയുന്നില്ല കേട്ടോ. വല്ലപ്പോഴും കണ്ണൻ വിളിക്കുമ്പോൾ മാത്രമാണ് ഗുരുവായൂർ ഞാനെത്തുക. അങ്ങനെ തിക്കും തിരക്കിലൊന്നും പോകാൻ പറ്റാത്ത ആളാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് വല്ലാത്തൊരു തിക്കും തിരക്കിലാണ്. ഒരു സാധ്യതയുമില്ലാത്ത ദിവസമാണ്. പക്ഷെ എന്നിരുന്നാലും എനിക്ക് കണ്ണനെ കാണണ്ടേ, കണ്ണനെ കാണാതെ പറ്റില്ല. അപ്പോൾ എന്തായാലും ഞാൻ പോയി. തീർച്ചയായിട്ടും എനിക്ക് ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും കൂടെയുണ്ട്. അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ അങ്ങോട്ട് എത്തിയത്. അല്ലെങ്കിൽ എനിക്കൊന്നും എത്താൻ പറ്റില്ല. ഭഗവാന്റെ അനുഗ്രഹമുള്ളതുകൊണ്ട് മാത്രമാണ് എനിക്ക് എത്താൻ സാധിച്ചത്. അല്ലേ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്തായാലും എല്ലാവർക്കും ഭഗവാന്റെ നിത്യമായ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. രാധേശ്യാം രാധേശ്യാം. ഹരേ നാരായണ ഹരേ നാരായണ. ഹരിയം ഹരിയം. ഭഗവാന്റെ എല്ലാ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ കേട്ടോ. പൊന്നുണ്ണിക്കണ്ണനെ ഇങ്ങനെ കാണാൻ സാധിച്ച നമ്മുടെ ആ സന്തോഷത്തിൻ്റെ ദിവസമാണെന്നാൽ അതിമനോഹരമായ ദിവസമാണ്. കണ്ണനാണ് നമ്മുടെ കൂടെയുള്ളത്. വേറെ എന്താ പേടിക്കാനുള്ളത്? ആരും ഒന്നും വിഷമിക്കേണ്ട. നമ്മുടെ സർവ്വദുഃഖങ്ങൾക്കും നമ്മുടെ രോഗങ്ങൾക്കും ദുരിതങ്ങൾക്കും ഒക്കെ ഭഗവാനൊരു വഴി കാണും. എല്ലാവരും സമാധാനമായിട്ടിരിക്കുക. ഞാനിങ്ങനെ ജീവിച്ചിരിക്കണ്ടല്ലോ, അത് തന്നെ ഒരു വലിയ ഭാഗ്യമല്ലേ. എല്ലാവരുടെ മുന്നിൽ എന്നെ നിർത്തി തന്നിട്ട് കണ്ണൻ പറയുന്നത് കേട്ടില്ലേ, ഈ അമ്മയെ ഒന്ന് നോക്കൂ, അല്ലെങ്കിൽ ഈ അമ്മയെ ഒന്ന് കാണൂ എന്ന് കണ്ണൻ നിങ്ങളുടെ അടുത്ത് പറയണില്ലേ. വെറുതെ അല്ലാതെ. എന്നാലും ഇത്രയും സുഖമില്ലാത്ത ഞാൻ പോലും ഭഗവാന്റെ മണ്ണിൽ നിന്ന് ചവിട്ടി എന്ന് പറയുമ്പോൾ എനിക്ക് തന്നെ അത്ഭുതം തോന്നുക. ഞാനങ്ങനെ എവിടെയും പോകാത്ത ആളാണ്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഭഗവാന്റെ നിത്യമായ അനുഗ്രഹം എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ.